പ്രിയമുള്ളവരെ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരും വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. ബാംഗ്ലൂരിലെ ഐ.കെ. മാളിലെ വിശേഷം. ബാംഗ്ലൂരിൽ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഐ.കെ. മാൾ കാണാതെ നിങ്ങൾ പോകരുത്. ഇനി നിങ്ങൾ ഇത് കാണാനായിട്ട് ബാംഗ്ലൂരിൽ വന്നാലും നിങ്ങൾക്ക് നഷ്ടമില്ല. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് വീടിന്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ളത്. എന്നാൽ അതിനുള്ള പരിഹാരങ്ങൾ എല്ലാം ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. പരിഹാരം എങ്ങനെ കിട്ടും എന്നുള്ളതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ. എന്നാൽ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു. കേരളത്തിലെ ഒട്ടുമിക്ക ആർക്കിടെക്റ്റുമാരും ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നത് ഐ.കെ. മാൾ ആണ് കേട്ടോ. ഈ ഐ.കെ. മാളിൽ വന്നിട്ടാണ് അവർ വേണ്ട മെറ്റീരിയലും പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ വീടിന്റെ ലിവിംഗ് ആവട്ടെ, ബെഡ്റൂം ആകട്ടെ, കിച്ചൺ ആവട്ടെ, ടോയ്ലറ്റ് ആവട്ടെ, ഏത് ഭാഗങ്ങളാണെങ്കിലും അത് ഏത് മോഡൽ, ഏത് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വീടിന്റെ പ്ലാന് വരച്ചു കഴിഞ്ഞാൽ നേരെ ആ പ്ലാനും കൊണ്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അതിന് ഏത് യോജിച്ച ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് പോകും. അതുപോലെ ഓരോ റൂമിനും കൊടുക്കേണ്ട പെയിന്റിന്റെ കളറ്, അതിൽ വരുന്ന ടേബിൾ, അങ്ങനെ ഏതെല്ലാം ഫർണിച്ചറുകളുമാണോ അതെല്ലാം ഇവിടെ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയവർക്കൊക്കെ ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവിടെയെല്ലാം ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യയിൽ ആകെ ഇവർക്ക് 2 ബ്രാഞ്ച് ഉള്ളൂ കേട്ടോ. ഒന്ന് ഹൈദരാബാദും അത് ബാംഗ്ലൂരും. വീടുകൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഓഫീസുകൾ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മോഡലുകളും ഇവിടെ ഉണ്ട്. ഫർണിച്ചറുകളാണെങ്കിൽ പല മെറ്റീരിയൽ കൊണ്ടും പല ക്വാളിറ്റി, പല മോഡൽ, പല ഡിസൈനുകളിലും അവൈലബിൾ ആണ് കേട്ടോ. ഓരോന്നിനും ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ബെഡ്റൂമിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്, ടോയ്ലറ്റിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്, കിച്ചന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്, ലിവിംഗിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്, കിഡ്സ് ബെഡ്റൂമിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്, മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്, ഓഫീസ് റൂമുകളുടെ സെക്ഷൻ വരുന്നുണ്ട്, ഡൈനിങ് ഏരിയകളുടെ സെക്ഷൻ വരുന്നുണ്ട്, ബാൽക്കണികളുടെ സെക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ പല വിധത്തിൽ പല മോഡലും. നമ്മുടെ ബ്ലോഗർ സുജിത് ഭക്തനൊക്കെ അവരുടെ ഫ്ലാറ്റിലോട്ടുള്ള ഫർണിച്ചർ സെലക്ഷൻ ചെയ്തത് ഇവിടുന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വിചാരമുണ്ടാകും ഇത് പൈസ ഉള്ളവർക്ക് മാത്രം പറ്റുകയുള്ളൂ എന്നുള്ളത്. ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ് എന്നൊന്നും ഇല്ല കേട്ടോ. അവരവരുടെ ഇതിനനുസരിച്ച് പാകത്തിനുള്ള വിലയിലനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ യൂട്യൂബർമാർക്ക് വേണ്ട റൂം ഡിസൈൻ ചെയ്യാനുള്ള സെറ്റപ്പിലുള്ള മോഡൽസും അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഓഫീസ് ചെയറുകൾ പല മോഡലും പല ഡിസൈനിലും വെറൈറ്റിയിലുമുള്ള ഐറ്റംസും അവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അത്രത്തോളം കാണാനുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ബെഡ്റൂമിന്റെ മോഡൽസ് ഒന്നും നിങ്ങൾ ഡിസൈൻ ചെയ്ത് കണ്ടും അതുപോലെ നെറ്റിലൊന്നും തപ്പിയിട്ട് സമയം കളയേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു ബെഡ്റൂമൊക്കെ ഏത് വിധത്തിലുള്ള മോഡലാണോ, വാർഡ്രോബാണോ, ബെഡാണോ, കോട്ടാണോ, അതുപോലെ അതിലോട്ട് വേണ്ട പെയിന്റ് അത് അതേപടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോ എടുത്തിട്ടോ ഫോട്ടോ എടുത്തിട്ടോ പോകാം. അതല്ലെങ്കിൽ അതേ മെറ്റീരിയൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കൊറിയന്റെ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റിയും ഉണ്ട്. ഒരുപാട് നേരം കറങ്ങി കാണാനുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഷോക്ക് ഇട്ട് വെച്ച ബെഡിലോ അല്ലെങ്കിൽ ചെയറിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്ലാനുമായിട്ട് വരുമ്പോൾ അതിന്റെ ഫർണിച്ചറുകൾ ഓരോ ഏരിയയിലോട്ട് നിങ്ങൾക്ക് ചേരുമോ എന്നുള്ളത്, അതിന്റെ മെഷർമെന്റ് കാണണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ടേപ്പൊന്നുമായിട്ട് വരേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല കേട്ടോ. ഇതിനുള്ള 1.5 മീറ്ററിന്റെ ഒരു പേപ്പർ ടേപ്പും അതുപോലെ ഒരു നോട്ട് പാഡും ഇവിടെ എല്ലാ ഏരിയകളിലും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഏത് ഫർണിച്ചർ ആണ് ഇഷ്ടപ്പെട്ടത് എങ്കിൽ ആ നോട്ട് പാഡിൽ അതിന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് താഴെ ഗോഡൌൺ സെക്ഷൻ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അവരത് എടുത്തു തരും. അതുപോലെ കിഡ്സ് ബെഡ്റൂമിലെ വാളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പല മോഡലിലുള്ള വെറൈറ്റി കളറിലുള്ള പല ഡിസൈനിലുള്ള ലൈറ്റുകൾ ഉണ്ട്. അതിന്റെ ഭംഗി വേറെ തന്നെയാണ് കേട്ടോ കാണാൻ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വേണ്ട പല മോഡലിലും പല ഡിസൈനിലുമുള്ള സ്റ്റഡി ടേബിളുകൾ, സ്റ്റൂള് എല്ലാം ഇവിടെ അവൈലബിൾ. അതുപോലെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പല മോഡലിലുള്ള ടോയ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ കറങ്ങി കാണുമ്പോൾ തന്നെ അത്യാവശ്യം ടൈം എടുക്കും. അത് തീരിനോട് കൂടി ഒരു വലിയ ഫുഡ് കോർട്ടും ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ സ്നാക്സുകളും അതുപോലെ കോഫി, ജ്യൂസും എല്ലാം അവിടെ കിട്ടും. പിന്നെ ജ്യൂസ് ആവട്ടെ, കോഫി ആവട്ടെ, നമ്മൾ 90 രൂപയ്ക്ക് ഒരു ഗ്ലാസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് ആണ്. പുറത്ത് നമുക്ക് 200 രൂപ വരുന്ന കാപ്പിച്ചീനോ കോഫിയൊക്കെ നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിലും കുടിക്കാം. 90 രൂപ മുടക്കിയാൽ പിന്നെ നമുക്ക് നമ്മൾ എത്ര പേരുണ്ടെങ്കിലും എത്ര ഗ്ലാസ് വേണമെങ്കിലും നമുക്ക് റീഫിൽ ചെയ്യാം. 6 ഐറ്റംസ് കോഫിയും അതുപോലെ 6 ഐറ്റംസ് കൂൾ ഡ്രിങ്ക്സും വരുന്നു. എന്തായാലും ഉപകാരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഫാമിലി ആയിട്ട് എത്ര പേര് വന്നാലും നമുക്കൊരു 90 രൂപ ക്ലാസ്സിന് മുടക്കി കഴിഞ്ഞാൽ എത്ര ക്ലാസ് വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ നമ്മുടെ കോഫി കുടിയും ജ്യൂസ് കുടിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോണത്. 2ാമത്തെ സെക്ഷൻ വരുന്നത് നമ്മുടെ വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ പല സെക്ഷനുകളായിട്ട് തിരിച്ചു വെച്ച ഏരിയകളാണ്. നമ്മൾ മുകളിൽ കണ്ട കിച്ചണ്, ബെഡ്റൂം, ലിവിംഗ് ഏരിയ, അതുപോലെ ടോയ്ലറ്റ്, ഇതിലോട്ടൊക്കെ വേണ്ട ഓരോ സാധനങ്ങൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് കണ്ടു. ഓരോ റാക്കുകളിലും അതുപോലെ കിച്ചണില്, ടേബിളില്, ഡൈനിങ് ടേബിളില് ഇതിലൊക്കെ വെച്ച ഓരോ മെറ്റീരിയൽസും ഓരോ ഏരിയകളിലായിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്.
കിച്ചന്റെ സെക്ഷനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. ഒരുപാട് പല വിധത്തിലുള്ള പാത്രങ്ങൾ, ചട്ടികൾ, ബൗളുകൾ, പ്ലേറ്റുകളെല്ലാം അടുക്കി വെച്ചത് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിന്റെ ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വാങ്ങാതെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത സെക്ഷൻ വരുന്നത് ബെഡ്ഷീറ്റ്, സോഫ കവർ, കുഷൻ, തലയണ, ഇതിന്റെയൊക്കെ ഒരു സെക്ഷൻ ആണ് കേട്ടോ. അതും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ പല മോഡലിലും പല കളറിൽ പല ഡിസൈനിലുള്ള സാധനങ്ങൾ അടിക്കടിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാത്റൂം ടവൽ, അതിന്റെയൊക്കെ ഭംഗിയുണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. ഫാമിലി ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നു പോയാൽ എന്തായാലും പെട്ടുപോകട്ടോ. ഈ സാധനങ്ങളൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും വീട്ടുകാർക്ക് ഇത് എടുക്കാതെ പോകാൻ കഴിയില്ല. സെക്ഷൻ വരുന്നത് ടോയ്ലറ്റിന്റെ ആണ് കേട്ടോ. ടോയ്ലറ്റിക്ക് വേണ്ട ഓരോ സാധനങ്ങളും ഇവിടെ. ബാംഗ്ലൂർ ഉള്ളവർ ഇത് കാണാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് വന്ന് കാണുക. അത് ബാംഗ്ലൂർ വരുന്നവർ എന്തായാലും ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. മെട്രോയിൽ നിങ്ങൾ വരികയാണെങ്കിൽ നാഗസാന്ദ്ര സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങിയാൽ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയൂട്ടോ. ഐക്യ മാൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് ടിക്കറ്റ് കിട്ടും. അതുപോലെ മെട്രോ സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് ഐക്യ മാളിന്റെ ഉള്ളിലോട്ട് പിടിച്ച്. അടുത്ത സെക്ഷൻ വരുന്നത് മാറ്റുകളുടെ സെക്ഷൻ ആണ് കേട്ടോ. പല മോഡലില് പല ഡിസൈനിലുള്ള മാറ്റുകളാണ് ഇവിടെ. നമ്മൾ മുകളിലെ റൂമുകളിൽ അതുപോലെ ലിവിംഗ് ഏരിയകൾ അങ്ങനെ ഓരോ ഏരിയകളിലും ഡിസൈൻ ചെയ്ത് വെച്ച് കണ്ട ഓരോ സാധനങ്ങൾ ഓരോ സെക്ഷനുകളായിട്ട് ഓരോന്ന് തരം തിരിച്ച് വെച്ചിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പോകുന്നത് ലൈറ്റിങ്ങിന്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുകളിലെ ഓരോ റൂമുകളിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലൈറ്റുകളാണ് ഇവിടെ. നമ്മൾ മുകളിൽ നിന്ന് കണ്ട ലൈറ്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇവിടുന്നാണ് അവർ നമുക്ക് ആ ലൈറ്റുകളൊക്കെ എടുത്തു തരിക. ലൈറ്റുകളും പല മോഡലിലുള്ള ലൈറ്റുകൾ ഉണ്ട് കേട്ടോ. ഹാങ്ങിങ് ലൈറ്റ്, സ്റ്റാൻഡ് ലൈറ്റ്, സ്റ്റേബിൾ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഡാമേജ് ആവുമോ എന്നുള്ള പേടി വേണ്ട. എല്ലാം പാക്കിംഗ് ബോക്സ് പീസ് ആണ്. അടുത്തത് നമ്മൾ ഹോം ഡെക്കറേഷൻ ഐറ്റംസ് സെക്ഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ നമുക്ക് വീടിന്റെ അകത്താളം മനോഹരമാക്കാനുള്ള പല ഐറ്റംസ് സാധനങ്ങളും ഉണ്ട്. ഇൻഡോർ ചെടികൾ, അതുപോലെ ഫോട്ടോ ഫ്രെയിം, മിറർ, അങ്ങനെ പല ഐറ്റംസും വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. പല വലുപ്പത്തിലും പല മോഡലിലും പല ഡിസൈനിലും ഉള്ള ഫോട്ടോ ഫ്രെയിമുകൾ, അതുപോലെ ചെടികൾ വെക്കാനുള്ള കപ്പുകൾ, ബൗളുകൾ, അതുപോലെ നമ്മുടെ വാളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പല മോഡലിലും പല വെറൈറ്റിയിലുമുള്ള മിററുകളും അതും ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡോർ ചെടികൾ ഉണ്ടല്ലോ, ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിലുള്ള ചെടികളാണ് കേട്ടോ. അതുപോലെ ഒറിജിനൽ ചെടികൾ വേണം എന്നുണ്ടെങ്കിലും അതും ഇവിടെ അവൈലബിൾ. അപ്പോൾ ഇനി ബാംഗ്ലൂരിൽ വന്നിട്ട് എവിടെ ടൂർ പോകാൻ കറങ്ങും എന്നുള്ളത് ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട. ഒരു ദിവസം നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ളത് ഐക്യ മാളിലും. നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഐക്യ മാളിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നൈസ് റോഡ് ഇറങ്ങി ഇങ്ങോട്ട് എത്താൻ കഴിയും. നൈസ് റോഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ദൂരപരിധിയെ ഐക്യ മാളിലോട്ട് ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ഏരിയകളും കറങ്ങി ബില്ലിംഗ് സെക്ഷനിലോട്ട് എത്താനായിട്ടോ. ബില്ലിംഗ് സെക്ഷൻ എത്തുന്നതിന്റെ തൊട്ടു മുമ്പാണ് അവരുടെ ഗോഡൌൺ സെക്ഷൻ വരുന്നത്. നമ്മൾ മുകളിൽ കണ്ട സാധനങ്ങളുടെ നമ്പർ നോക്കിയിട്ട് ഇവിടെ വന്ന് നമുക്ക് റാക്കിൽ നിന്നും ആ സാധനങ്ങൾ എടുക്കാൻ കഴിയും. സെൽഫായിട്ടും അല്ലാതെയും ബില്ലടിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ബില്ലടിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തൊട്ടു മുമ്പിൽ തന്നെ കഫേ സൗകര്യം ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.